കുറച്ച് പേര് ആൾ മാറിയിട്ടാണോ അറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആൾ മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ, അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പോൾ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത്, മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷഡ്കാല ഗോവിന്ദ മാരാർ, അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതിനാളിൻ്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അറിയാമല്ലോ, തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞിതാകെ അലമ്പാക്കും. അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തമ്പുരും വിട്ടും, അദ്ദേഹത്തിൻ്റെ തമ്പുരു വലിയ പ്രശസ്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തരോ മഹാനുഭാവലു എന്ന് എഴുതുന്നതിൻ്റെ പിന്നിലും ഇദ്ദേഹത്തിൻ്റെ ഈ തമ്പുരുവിൽ 7 ഇതുള്ള തമ്പുരുവാണ്. അപ്പോൾ അതൊക്കെ വിട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. 4-5 കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തലയ്ക്ക് ഇദ്ദേഹം എറി കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ഷഡ്കാല ഗോവിന്ദ മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണം തള്ളിയിട്ടിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത്. അപ്പം ഉണ്ടക്കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പഴയ കാമുകിയുടെ കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ഏത് വിചാരിക്കരുത്. ഞാൻ പക്ഷേ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊന്നെങ്കിൽ അതാവാം, അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത. കാര്യം തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പേര് മാരാർജി ഭവൻ എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാര്യം കേരളത്തിൽ ഒരു 90% വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ BJPയുടെ സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാക്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇതൊക്കെ എൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. പക്ഷേ എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് എനിക്ക്, അതായത് 2010 സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ പരു ഇങ്ങനെ വരും. ഈ പരു വന്നിട്ട് ഇത് പഴുത്ത് വലുതാവും, അത് പൊട്ടും. അപ്പോൾ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പോൾ അത് കാരണങ്ങൾ പലതാണ്. അപ്പം നമ്മൾ കൊളസ്ട്രോളിലേക്ക് ആകാൻ കാരണം. അപ്പം എന്തായാലും ഈ കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സത്യമുണ്ട്. അവസാനം ഞാൻ തന്നെ സർജിക്കൽ ബ്ലേഡ് എടുത്ത് കീറി പൊട്ടിച്ചു വിടും. ആദ്യമേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറികളായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ ബ്ലേഡ് ഞാൻ കീറും. പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്ത് പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടി കാണും.